അപ്പോസ്തലന്മാർ. അവർ എവിടെ പ്രസംഗിച്ചു, എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്ന് ഈ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറിയ യാക്കോബിനെ കുറിച്ച് നോക്കാം. ആൽഫായിയുടെ മകനായ യാക്കോബ് എന്നും പേരുണ്ട്. അദ്ദേഹം യെരുശലേം സഭയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. സകലത്തിന്റെയും ആരംഭമായ ആ നഗരത്തിൽ തന്നെ, അതായത് യെരുശലേമിൽ തന്നെ അവിടുത്തെ വിശ്വാസികളെ ശുശ്രൂഷിച്ചു. പാരമ്പര്യം പറയുന്നതനുസരിച്ച് പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൗൺസിലിന്റെ പ്രധാനപ്പെട്ട തൂണുകളിൽ ഒരാളാണ്. യാക്കോബിന്റെ ലേഖനം എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്. അവൻ ദൂരയാത്രകളൊന്നും ചെയ്തില്ല. അവന്റെ ശുശ്രൂഷ സ്ഥലം യെരുശലേം തന്നെയാണ്. അവിടെ തന്നെ അവനെ കൊന്നുകളഞ്ഞു. ദൈവദൂഷണം പറഞ്ഞു എന്നാരോപിച്ച് മതനേതാക്കൾ അവനെ കല്ലെറിഞ്ഞു കൊന്നു. യെരുശലേമിന് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു. അവിടെ തന്നെ അവനെ കൊന്നുകളഞ്ഞു. അധിക ദൂരം യാത്ര ചെയ്തില്ല. എന്നാൽ നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത ആളായ യോഹന്നാന്റെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ്. ചരിത്രരേഖകൾ പറയുന്നതനുസരിച്ച് 12 ശിഷ്യന്മാരിൽ രക്തസാക്ഷിയായി മരിക്കാത്ത ഒരൊറ്റ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. പത്രോസിന്റെ കൂടെ യെരുശലേമിൽ പ്രസംഗിച്ചതിനു ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി ഏഷ്യ മൈനറിലുള്ള ഇന്നത്തെ തുർക്കിയിൽ പ്രധാനപ്പെട്ട നഗരമായ എഫെസോസിൽ സ്ഥിരതാമസമാക്കി. അവിടെ നിന്ന് അവൻ പുതുതായി ഉരുവായ സഭകളെ നയിച്ചു. അവിടെ നിന്ന് തന്നെ ചില കത്തുകളും എഴുതിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാന്റെ യാത്ര അവിടെ വെച്ച് അവസാനിച്ചില്ല. ആ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അവനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ വെച്ചായിരുന്നു അദ്ദേഹം വെളിപ്പാടിന്റെ പുസ്തകം എഴുതിയത്. അതിനുശേഷം മരിച്ചു. ക്രൂശിക്കപ്പെട്ടോ തലയിറക്കപ്പെട്ടോ കല്ലെറിയപ്പെട്ടോ അല്ല മരിച്ചത്, മറിച്ച് അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം കണ്ട് അതിനെ എഴുതിയതിനു ശേഷം പ്രായം ചെന്ന് മരിച്ചു. അടുത്തത് യൂദ തദ്ദായി. ഒറ്റിക്കൊടുത്ത യൂദയാണ് എന്ന് വിചാരിക്കേണ്ട, നേരെ മറിച്ച് അവൻ അവസാനം വരെ യേശുവിന്റെ വിശ്വസ്തനായിരുന്നു. ആദ്യം യഹൂദിയയിലും ശമരിയയിലും പ്രസംഗിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ യാത്ര അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ചരിത്രം പറയുന്നതനുസരിച്ച് അവൻ മെസപ്പൊട്ടോമിയ പ്രദേശങ്ങളിലും ഇന്ന് ഇറാൻ എന്ന് വിളിക്കപ്പെടുന്ന പേർഷ്യയിലും പ്രസംഗിച്ചു. ചില പുരാതന അർമേനിയൻ രചനകളിൽ അദ്ദേഹത്തെ കിഴക്കിന്റെ പ്രകാശകൻ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം സൂസ എന്ന നഗരത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന പേർഷ്യൻ ദേവന്മാരെ ആരാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രക്തസാക്ഷിയായി മരിച്ചു എന്ന് പറയുന്നു. എന്നാൽ യൂദാസ് അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത അപ്പോസ്തലനും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. അതാണ് ദേശീയവാദിയായ ഷീമോൻ. ഷീമോൻ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിനു മുമ്പ് അദ്ദേഹം സെലോട്ട് എന്നറിയപ്പെടുന്ന ഒരു ജൂത പ്രസ്ഥാനത്തിന്റെ അംഗമായിരുന്നു. അങ്ങനെയാണ് ദേശീയവാദി എന്ന പേരുണ്ടായത്. സെലോട്ട് എന്ന് പറഞ്ഞാൽ അവർ റോമൻ അടിമത്തത്തിനെതിരെ പോരാടുന്നവരാണ്. എന്നാൽ ശരിക്കും വിപ്ലവക്കാരനായത് യേശുവിന്റെ അപ്പോസ്തലൻ ആയതിനു ശേഷമാണ്. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അദ്ദേഹം ഈജിപ്തിലും ലിബിയയിലും പ്രസംഗിച്ചെന്ന് പറയുന്നു. ചിലർ അദ്ദേഹം ബ്രിട്ടീഷ് ദ്വീപുകളിലേക്ക് പോയി എന്നും പറയുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം പേർഷ്യയിൽ യൂദ തത്തായിയുടെ കൂടെ പോയി സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തുവിനെ തള്ളിപ്പറയാത്തത് കൊണ്ട് രണ്ടുപേരെയും ക്രൂരമായി കൊന്നുകളഞ്ഞു. ഇന്നത്തെ ക്രിസ്ത്യാനികളായ നമുക്ക് അവരുടെ പേരുകളധികം അറിയില്ലെങ്കിൽ പോലും അവരുടെ വിശ്വസ്തത ചരിത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. യെരുശലേമിൽ നിന്ന് സൂസയിലേക്ക് ഏകദേശം 1500 കിലോമീറ്ററോളം അവർ കാൽനടയായി യാത്ര ചെയ്തു. ഇപ്പോൾ ഈ മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാകും നമ്മളെല്ലാം യെരുശലേമിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ആരംഭിച്ചത് ഈ നഗരത്തിൽ നിന്നായിരുന്നു. ഈ സ്ഥലത്ത് നിന്നാണ് സുവിശേഷം പ്രചരിക്കാൻ തുടങ്ങിയത്. യെരുശലേം പ്രധാനപ്പെട്ട സ്ഥലമാകാനുള്ള കാരണം യേശുവിൻ്റെ ക്രൂശിമരണം പുനരുത്ഥാനം സംഭവിച്ച സ്ഥലം എന്നത് മാത്രമല്ല, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ആ സ്ഥലത്താണ്. സഭ ജനിക്കാൻ തുടങ്ങിയതും അവിടെ നിന്നാണ്. യേശു മഹത്തായ ആ നിയോഗം കൊടുത്തതും ഈ നഗരത്തിലാണ്. നിങ്ങൾ യെരുശലേമിലും യഹൂദ്യ പ്രവിശ്യയിൽ എല്ലായിടത്തും ശമര്യ പ്രവിശ്യയിലും ഭൂസീമകളോളവും എൻ്റെ സാക്ഷികളാകും. ലോകത്തെ മാറ്റിമറിക്കുന്ന സന്ദേശം കൊണ്ട് ഓരോ അപ്പോസ്തലന്മാരും ഈ സ്ഥലത്ത് നിന്നാണ് പുറപ്പെട്ടത്. അതിൽ ചിലർ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ദൂരം അവർ യാത്ര ചെയ്തു. ഇനി നമുക്ക് അടുത്ത അപ്പോസ്തലനെ കുറിച്ച് നോക്കാം. ഫിലിപ്പോസ്. യേശു വിളിച്ച ആദ്യ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഫിലിപ്പ്. ബെത്സയിദയാണ് സ്വന്തം സ്ഥലം. മറ്റുള്ളവരെ മിശിഹയുമായി ബന്ധിപ്പിച്ച് നോക്കുന്നതിൽ കേമനായിരുന്നു. യെരുശലേമിൽ നിന്ന് ഗാസയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായ ഒരു സംഭവം ഉണ്ടായി. ഏഷ്യാവിന്റെ പുസ്തകം വായിക്കുന്ന ഒരു എത്യോപ്യൻ ഷണ്ടനെ കണ്ടുമുട്ടി. ഫിലിപ്പോസ് ആ ഷണ്ടന്റെ അടുത്ത് ചെന്ന് ഈ വായിക്കുന്ന പ്രവചനവാക്യം യേശുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വിശദീകരിച്ചു. എന്നിട്ട് ആ വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. പലരും ഈ സംഭവം കാരണമാണ് ആഫ്രിക്കയിൽ ക്രിസ്തുമതം ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഫിലിപ്പോസ് കൈസേരിയയിലും ഏഷ്യ മൈനറിലും പ്രസംഗിച്ചു. ഇന്നത്തെ തുർക്കിയിലുള്ള ഹിയാറാപോളിസിൽ ചെന്ന് അവിടെ സ്ഥിരതാമസമാക്കി. അവിടെ വളരെ തീക്ഷ്ണതയോടെ സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന റോമൻ ഗവർണറുടെ ഭാര്യ പോലും യേശുവിനെ സ്വീകരിച്ചു. അത് കാരണം അറസ്റ്റിലായി. പിന്നീട് ക്രൂശിച്ചു കൊന്നുകളഞ്ഞു. യെരുശലേമിൽ നിന്ന് ഹിയാറാപോളിസിലേക്കുള്ള ദൂരം ഏകദേശം 1500 കിലോമീറ്ററാണ്. പക്ഷേ ഫിലിപ്പോസ് എടുത്തു വെച്ച ഓരോ ചുവടും ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചായിരുന്നു. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത അപ്പോസ്തലൻ ഒരുപക്ഷെ 12 പേരിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. അതാണ് ശീമോൻ പത്രോസ്. പത്രോസ് വലിയ പഠിത്തമുള്ള ആളല്ല, ഒരു പോരാളിയല്ല, വിപ്ലവകാരിയല്ല, പുരോഹിതനോ അല്ല. അദ്ദേഹം ഒരു സാധാരണ മീൻപിടുത്തക്കാരനായിരുന്നു. ഭയങ്കര ആവേശമുള്ളവനാണ്, ധീരനാണ്, കുറച്ചൊക്കെ വികൃതിയുണ്ട്, എന്ന നല്ല വിശ്വസ്തനുമാണ്.
യേശു ആദ്യം വിളിച്ച ശിഷ്യന്മാരിൽ ഒരാളാണ്. യേശുവിൻ്റെ എല്ലാ ശുശ്രൂഷയ്ക്കും കൂടെ നിന്ന വ്യക്തിയാണ് പത്രോസ്. യേശു വെള്ളത്തിൽ നടക്കുന്നത് നേരിട്ട് കണ്ടു, രൂപാന്തരപ്പെടുന്നത് കണ്ടു. യേശു ഗെത്സമനിൽ വെച്ച് അറസ്റ്റിലായ ആ സമയം ശതാധിപന്റെ ദാസന്റെ ചെവി പോലും വെട്ടിക്കളഞ്ഞു. എന്നാൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. എങ്കിലും യേശു സ്നേഹപൂർവ്വം അവനെ തിരിച്ചു കൊണ്ടുവന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം വളരെ വ്യക്തമായ ഒരു ദൗത്യം അവന് കൊടുത്തു: എൻ്റെ ആടുകളെ മേയ്ക്കുക. പെന്തക്കോസ്ത് നാളിന് ശേഷം പത്രോസ് പുതിയതായി ഉരുവായ സഭയുടെ നേതാവായി മാറി. അവൻ യെരുശലേമിൽ ശക്തമായി പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, സൻഹദ്രൻ സംഘത്തെയും മതനേതാക്കളെയും നേരിട്ടു. അത്ഭുതകരമായിട്ട് തടവിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ഒരുപാട് ആദ്യകാല രചനകൾ പറയുന്നതനുസരിച്ച് 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ ഒന്നായ അന്ത്യോക്യയിലേക്കും അതിനുശേഷം ആ മുഴുവൻ സാമ്രാജ്യത്തിൻ്റെയും ഹൃദയമായ റോമിലേക്കും യാത്ര ചെയ്തു. അവിടെ ആ ഇരുണ്ട സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് പത്രോസ് സുവിശേഷം പ്രസംഗിച്ചു. നീറോ ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് അവൻ പല കൂട്ടായ്മകൾ രൂപീകരിച്ചു, കത്തുകൾ എഴുതി. അത് കാരണം ഒരുപാട് പീഡനങ്ങളും അവനുണ്ടായി. അവനെ അറസ്റ്റ് ചെയ്ത് ക്രൂശിക്കാനായിട്ട് വിധിച്ചു. പക്ഷേ തൻ്റെ യജമാനനായ യേശുവിനെ പോലെ മരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിക്കാൻ അപേക്ഷിച്ചു. ഇന്ന് പത്രോസിന്റെ ശരീരം നീറോ ചക്രവർത്തിയുടെ കൊട്ടാരമുണ്ടായിരുന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് കീഴിലാണ് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. സുവിശേഷം ലോകമെമ്പാടും വ്യാപിച്ചു. യേശുവിൻ്റെ സുവിശേഷം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാ അപ്പോസ്തലന്മാരിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് നോക്കാം: മത്തായി. ലേവി എന്ന പേരുള്ള ഈ മത്തായി നികുതി പിരിവുകാരനായിരുന്നു. ജൂതന്മാരുടെ ദൃഷ്ടിയിൽ അവൻ രാജ്യദ്രോഹിയാണ്. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ജോലി ചെയ്ത് സ്വന്തം ജനത്തെ കഷ്ടപ്പെടുത്തി അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരാളാണ്. എന്നാൽ യേശു അവനെ നോക്കി അവനെ വിളിച്ചു. മത്തായി എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. ആ ചെയ്തത് അവൻ്റെ ജീവിതത്തെ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു. കാരണം മത്തായി ഒരു പണപ്പിരിവുകാരൻ, നീതി പിരിവുകാരൻ എന്ന സ്ഥാനത്ത് നിന്ന് ആത്മാക്കളെ പിരിക്കുന്നവൻ എന്ന രീതിയിലായി. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മത്തായി കുറച്ചുകാലം യഹൂദയിൽ തന്നെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അധികം താമസിയാതെ തന്നെ അവൻ തെക്കുവശത്തേക്ക് നല്ല ദൂരമുള്ള ഒരു ആത്മീയ ദേശമായ എത്യോപ്യയിലേക്ക് യാത്ര ചെയ്തു. പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയ ഉന്നത ഉദ്യോഗസ്ഥനായ എത്യോപ്യൻ ഷണ്ടൻ തുടങ്ങിവെച്ച പുതിയ ക്രിസ്ത്യൻ സമൂഹത്തെ മത്തായി ശക്തിപ്പെടുത്തി. ഈജിപ്ത് രാജാവിന്റെ മകനെ ഉയർപ്പിച്ചു. അത് കാരണം രാജകുടുംബവും രാജ്യത്തിന്റെ ഭൂരിഭാഗവും യേശുവിൽ വിശ്വസിച്ചു എന്ന് എത്യോപ്യൻ സഭ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ദേശത്ത് ഒരുപാട് പേർ യേശുവിനെ വിശ്വസിച്ചു. പക്ഷെ അതുപോലെ തന്നെ എതിർപ്പും ഉണ്ടായി. പാരമ്പര്യം പറയുന്നതനുസരിച്ച് മത്തായി തൻ്റെ സഹോദരന്മാരുടെ കൂടെ ആരാധിക്കുന്ന സമയത്ത് കുന്തം കൊണ്ട് കുത്തി കൊന്നുകളഞ്ഞു. എത്യോപ്യൻ ജനങ്ങൾ അവിടുത്തെ പുരാതന ദൈവങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പുറജാതി വിഭാഗമാണ് ആക്രമിച്ചത്. അങ്ങനെ എത്യോപ്യയിൽ രക്തസാക്ഷിയായി. യെരുശലേമിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഏകദേശം 2900 മുതൽ 3000 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ കേരളത്തിന്റെ തലസ്ഥാനമായ ട്രിവാൻഡ്രം മുതൽ ഏകദേശം ഖത്തർ വരെയുള്ള ദൂരമാണ്. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയാൻ വേണ്ടി അന്ന് ട്രെയിനില്ല, ടാർ ചെയ്ത റോഡുകളില്ല, വിമാനങ്ങളില്ല. കാൽനടയായിട്ടോ ഒട്ടകത്തിന്റെ പുറത്തോ കഴുതയുടെ പുറത്തോ ഇത്ര ദൂരം യാത്ര ചെയ്ത് സുവിശേഷം എത്തിച്ചു. നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തുള്ളത് അപ്പോസ്തലനായ അന്ത്രയോസ് ആണ്. അക്ഷരാർത്ഥത്തിൽ യേശുവിനെ ആദ്യം അനുഗമിച്ചത് അന്ത്രയോസാണ്. പത്രോസ് യേശുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ അന്ത്രയോസ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് ശ്രദ്ധിച്ച് യേശുവാണ് മിശിഹ എന്നത് മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. ഞങ്ങൾ മശിഹയെ, അതായത് ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അന്ത്രയോസിൽ ഉണ്ടായിരുന്ന ആ ആദ്യ സ്നേഹത്തിന്റെ തീ ഒരിക്കലും തണുത്തുപോയില്ല. കാരണം പെന്തക്കോസ്ത് നാളിന് ശേഷം അദ്ദേഹം യെരുശലേമിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അതിനുശേഷം വടക്ക് വശത്തുള്ള ദേശങ്ങളിലേക്ക് പോയി. അദ്ദേഹം ഏഷ്യ മൈനറിലൂടെയും അതിനുശേഷം ഗ്രീസിലും പോയി. ചരിത്ര വിവരണങ്ങൾ പറയുന്നതനുസരിച്ച് അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. പത്രാസ് എന്ന നഗരത്തിൽ പോയ സമയത്ത് എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശിൽ തറച്ചു കൊന്നുകളഞ്ഞു. അതിനുശേഷം ആ കുരിശ് വിശുദ്ധ അന്ത്രയോസ് കുരിശ് എന്നാണ് അറിയപ്പെടുന്നത്. അവൻ പെട്ടെന്ന് മരിക്കാൻ പാടില്ല, നല്ല വേദനിച്ച് മരിക്കണം എന്ന് വിചാരിച്ച് ക്രൂശിൽ ആണി കൊണ്ട് അവനെ അടിച്ചു. പക്ഷേ വേദനിച്ച് മരിക്കാൻ കിടക്കുന്ന ആ സമയത്ത് പോലും 2 ദിവസം അതുവഴി പോയ സകലരോടും യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹം മരിച്ച രീതി മാത്രമല്ല, അദ്ദേഹം പോയ സ്ഥലങ്ങളുമാണ്. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗ്രീക്കോ റോമൻ ലോകത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ച് സിത്തിയ എന്ന വിശാലമായ ഒരു പ്രദേശത്തേക്ക് പോയി പ്രസംഗിച്ചു. ഇന്ന് ഉക്രൈൻ, തെക്കൻ റഷ്യ, ജോർജിയ, കസക്കിസ്ഥാന്റെ ഒരു ഭാഗം എന്നിവ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ അന്ത്രയോസ് തർജ്ജമ ചെയ്യുന്നവരുടെ സഹായത്തോടെ നാടോടി ഗോത്രങ്ങളോട് പ്രസംഗിച്ചു. ഏകദേശം 2600 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം കാൽനടയായി യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായിട്ട് കിഴക്കൻ യൂറോപ്പിലുള്ള സഭയുടെ ആത്മീയ സ്ഥാപകനായിട്ട് അന്ത്രയോസിനെ കണക്കാക്കുന്നത്. ഈ അന്ത്രയോസ് ഒരുപാട് ദൂരം യാത്ര ചെയ്തല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ വരട്ടെ. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് നോക്കാം. ബർത്തലോമായി.
ഏറ്റവും നിഗൂഢമായ ഒരു അപ്പോസ്തലനാണിത്. അദ്ദേഹത്തിന്റെ പേരും ഫിലിപ്പോസുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ഒഴികെ സുവിശേഷങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് വേറെ ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ ഈ ബർത്തലോമായി നഥനയേലാകാനാണ് സാധ്യത എന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കിട്ടിയ ഉടൻ തന്നെ ഈ അപ്പോസ്തലൻ കിഴക്ക് വശത്തുള്ള ദേശങ്ങളിലേക്ക് പോയി എന്നതാണ്. അദ്ദേഹം ആദ്യം ലിഖോനിയ, ഫ്രിഗിയ എന്ന സ്ഥലങ്ങളിലേക്ക് പോയി പ്രസംഗിച്ചു. ഇന്ന് അത് തുർക്കി എന്നാണ് അറിയപ്പെടുന്നത്. പാരമ്പര്യങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹം അർമേനിയയിൽ പോയി അവിടെ അദ്ദേഹം അർമേനിയൻ അപ്പോസ്തലിക് സഭ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല നല്ല ദൂരമുള്ള നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. കൈസരിയിലുള്ള ചരിത്രകാരനായ യൂസബിയസ് പറയുന്നതനുസരിച്ച് ബർത്തലമിയോ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തി നമ്മുടെ കന്യാകുമാരി എന്ന സ്ഥലത്താണ് വന്നത്. എബ്രായ ഭാഷയിൽ എഴുതിയ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പകർപ്പ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നതനുസരിച്ച് അദ്ദേഹം തിരിച്ച് അർമേനിയയിലേക്ക് യാത്ര ചെയ്ത് അവിടെ വെച്ച് അദ്ദേഹം ക്രൂരമായി രക്തസാക്ഷിയായി മരിച്ചു എന്നാണ്. പൊളിമിയസ് രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അന്യമതത്തിൽ വിശ്വസിക്കുന്ന ജനം ജീവനോടെ തൊലിയുരിച്ച് അതിനുശേഷം ശിരച്ഛേദനം ചെയ്ത് കൊന്നുകളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് സിസ്റ്റൈൻ ചാപ്പലിലുള്ള മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്തമായ ചിത്രത്തിൽ ബർത്തലമിയോ സ്വന്തം ചർമ്മം പിടിച്ചിരിക്കുന്നതായിട്ട് വരച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ശിഷ്യനായ തോമസ് ആണ് നമ്മുടെ ലിസ്റ്റിൽ അടുത്തുള്ളത്. തോമസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംശയത്തെക്കുറിച്ചാണ്. മറ്റ് എല്ലാ ശിഷ്യന്മാരും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ സമയത്ത് വിശ്വസിക്കാത്ത ഒരൊറ്റ ശിഷ്യൻ തോമസ് ആയിരുന്നു. കണ്ട് തൊട്ട് മനസ്സിലാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. യേശു ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. എല്ലാം സംശയിക്കുന്ന ആളാണ്, എന്നാൽ പുനരുത്ഥാനത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിയായി മാറി. വിശ്വാസത്തിലും ധൈര്യത്തിലും അദ്ദേഹം ഉറച്ചു. പുരാതന ക്രിസ്ത്യൻ പാരമ്പര്യം അനുസരിച്ച് തോമസ് വിദൂര കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് സുവിശേഷം കൊണ്ടുപോയി. ചിലർ അദ്ദേഹം ആദ്യം സിറിയയിലേക്കും ശേഷം പേർഷ്യയിലേക്കും അവസാനമാണ് ഇന്ത്യയിലും പ്രസംഗിച്ചതെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയും യെരുശലേമും തമ്മിൽ ഏകദേശം 4000 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ഇന്ത്യയിലെത്തി ഒരുപാട് ക്രിസ്ത്യൻ സമൂഹങ്ങളെ സ്ഥാപിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇന്നും സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ക്രിസ്ത്യൻ വിശ്വാസികളുണ്ട്. തോമസിന്റെ അധരങ്ങളിൽ നിന്ന് നേരിട്ട് സുവിശേഷം കേട്ടവരുടെ വംശാവലിയാണവർ. പക്ഷേ തോമസ് ചെയ്ത കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. പാരമ്പര്യങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്നത്തെ ചെന്നൈ നഗരത്തിൽ തോമസിന്റെ പേര് വഹിക്കുന്ന ഒരു കുന്നിന്റെ മുകളിലാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്യമത വിശ്വാസികൾ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി കൊന്നുകളഞ്ഞു. എന്നാൽ തോമസ് അല്ല ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ശിഷ്യൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? കാരണം പാരമ്പര്യങ്ങൾ പറയുന്നതനുസരിച്ച് സുവിശേഷം പറയാനായിട്ട് 4000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്ത ഒരാളുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 11ാമത്തെയും അവസാനത്തെയുമായ ശിഷ്യനാണത്. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് 12 അപ്പോസ്തലന്മാരുണ്ടല്ലോ, എന്നാൽ മൊത്തത്തിൽ 11 പേരെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ആ ശിഷ്യന്മാരിൽ ഒരാൾ സുവിശേഷം പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്തെയാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്തത് കാരണം മനസ്സ് വിഷമിച്ച് ചെന്ന് ആത്മഹത്യ ചെയ്തു. യൂദാസ് 12 പേരിൽ ഒരാൾ തന്നെയാണ്, എന്നാൽ അപ്പോസ്തലിക ദൗത്യം ചെയ്തിട്ടില്ല. ഇനി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് നോക്കാം. അതാണ് യാക്കോബ്. യോഹന്നാന്റെ സഹോദരനും സബദിയുടെ മകനുമായ യാക്കോബ്. വലിയ യാക്കോബ് എന്നും പേരുണ്ട്. യേശു വിളിച്ച ആദ്യ ശിഷ്യന്മാരിൽ ഒരാളാണ്. യേശുവിൻ്റെ അടുത്ത് ഏറ്റവും അടുപ്പമുള്ളവരിൽ ഒരാളുമാണ്. രൂപാന്തരപ്പെട്ട സമയത്തും ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ച സമയത്തും ഈ യാക്കോബ് കൂടെ ഉണ്ടായിരുന്നു. പുനരുത്ഥാനത്തിന് ശേഷം പാരമ്പര്യങ്ങൾ പറയുന്നതനുസരിച്ച് യാക്കോബ് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് പോയി. അന്ന് ഭൂമിയുടെ അറ്റമായിട്ട് കണക്കാക്കിയിരുന്ന ഹിസ്പാനിയ എന്ന സ്ഥലത്ത് പോയി, അതായത് ഇന്നത്തെ സ്പെയിനിലേക്ക് പോയി. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സുവിശേഷ ദൗത്യം രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള ഗലീഷ്യ പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് പുറജാതീയ ഗോത്രങ്ങളെയും ശത്രുദേശങ്ങളെയും അപകടമായ കടലിനെയും മറികടന്ന് ഏറ്റവും ധൈര്യമുള്ള ആൾക്കാർ മാത്രമാണ് ആ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നത്. സ്പെയിനിൽ ഒരുപാട് ദിവസം താമസിച്ചില്ല. ചില വിവരണങ്ങൾ പറയുന്നതനുസരിച്ച് ഒരുപാട് പേരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്തതുമാണ്. ഐബീരിയൻ ഉപദ്വീപിൽ പ്രസംഗിച്ചതിന് ശേഷം യാക്കോബ് യെരുശലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഹേരോദാവ് അഗ്രിപ്പയുടെ കൽപ്പന പ്രകാരം ശിരച്ഛേദനം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായി. എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മൃതദേഹം ശേഖരിച്ച് ഗലീഷ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇന്ന് കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ പ്രശസ്തമായ സാന്റിയാഗോ ഡെ കൊമ്പോസ്റ്റല എന്ന കത്തീഡ്രൽ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആദ്യത്തെ 12 ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ പോലും യേശുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത വേറെ ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തർസോസുകാരനായ പൗലോസ് എന്നാണ്. 12 അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള ഈ വീഡിയോ ഒരു മാപ്പിൽ കണ്ടപ്പോൾ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പൗലോസ് യാത്ര ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചും അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ പൗലോസ് എന്നോ പോൾ എന്നോ ടൈപ്പ് ചെയ്യുക.
അതിനെക്കുറിച്ച് വിശദമായി നമുക്കൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.